പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡ് കിടിലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ടാൽ ഒരു 5 സ്റ്റാറും കൊടുക്കാൻ സാധിക്കുന്ന ഒരു റോ എപ്പിസോഡായിട്ടാണ് ഫീൽ ചെയ്തത്. റസൽമീനിയ 42 വലിയ പ്രാധാന്യം ഇന്നത്തെ റോ എപ്പിസോഡിലെ എല്ലാ സെഗ്മെൻറ്റ്സുകളിലൂടെയും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടക്കവും അവസാനവും ഒക്കെ ഗംഭീരമായിരുന്നു. അതിനിടയിൽ തന്നെ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളും റിസൾട്ടുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ അപ്ഡേറ്റ് പതിവ് പോലെ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇയോ സ്കൈ വേഴ്സസ് റെഗൽ റോഡ്രിഗസ് തമ്മിലുള്ള ഒരു മത്സരം അടുത്ത റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. അടുത്ത റോ എപ്പിസോഡ് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു എറീനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വമ്പൻ സർപ്രൈസുകൾ ആ ഒരു ഷോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവരുടെ ടീം ബെയ്ലി, ലൈറ വാൽക്കീരിയ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡിൽ ബെയ്ലി, ലൈറ വാൽക്കീരിയ തുടങ്ങിയവരുടെ ടീം കബൂക്കി വാരിയേഴ്സിനെ പരാജയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു മത്സരം കൂടി നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. ആ ഒരു വിജയമാണ് ഇവർക്ക് പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകാനുള്ള ഒരു അവസരം നേടിക്കൊടുത്തത്. ഇതുകൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഒരു നോൺ ടൈറ്റിൽ ടാഗ് ടീം മത്സരം നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഊസോസ് ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ഓസ്റ്റിൻ തിയറി, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. LA നൈറ്റിൻ്റെ ഇടപെടലും ബ്രാസ് നക്കിൾസ് ഉപയോഗിച്ച് ഓസ്റ്റിൻ തിയറിയെ ആക്രമിക്കുന്ന ആ ഒരു ഭാഗവും കാരണം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ച മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം എന്നുള്ള നിലയിലേക്കാണ് മത്സരത്തെ കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ദ വിഷൻ ടീമാണ് വിജയിച്ചത്. അപ്പോൾ അവർക്കൊരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത് വെറും ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമല്ല, ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിട്ടാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ കൂടി അടുത്ത റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല OTC റോമൻ റെയിൻസ് എന്ന സൂപ്പർ താരവും അടുത്ത റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽമീനിയ 42 പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ AJ ലീ മുൻ ചാമ്പ്യനായ ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു മത്സരം തന്നെയാണ്. ഒരു സ്റ്റിപ്പുലേഷനൊക്കെ ഈ മത്സരം അനൗൺസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി വരുന്ന ആഴ്ചകളിൽ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായേക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അത്തരത്തിലുള്ള വാർത്തകൾ എന്തെങ്കിലും മുൻകൂട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ പങ്കുവെക്കുന്നതാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ഇവരുടെ ഒരു സെഗ്മെൻറ്റ് ഈ ഒരു മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്യാൻ എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു ഫൈറ്റ് പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറിയോ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഫീൽ നൽകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ മുൻ ചാമ്പ്യനായ ഡൊമിനിക് മെയ്സ്റ്റിരിയോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ ഒരു മത്സരത്തിൽ പെൻഡ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. ഫിൻ ബാലറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മത്സരത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച പോയിന്റ്. ഫിൻ ബാലറിൻ്റെ ഒരു റിട്ടേൺ ഒക്കെ അദ്ദേഹത്തിൻ്റെ ജഡ്ജിയുടെ ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും തിരിച്ചുവരവ് ഡൊമിനിക് മെയ്സ്റ്റിരിയോയുടെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റ് ആക്കിയിട്ടും അവർ കാണിച്ചു. അങ്ങനെ പെൻഡ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. നാലാമത്തെ അപ്ഡേറ്റ് LA നൈറ്റ് എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. LA നൈറ്റിൻ്റെ റസൽമീനിയ 42 പദ്ധതി ഏത് റെസ്ലറിനെതിരെ ആയിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നത്തെ റോ എപ്പിസോഡ് തന്നെ ഒരു ഉദാഹരണത്തിനെടുത്താൽ ഊസോസ് ദ വിഷൻ തമ്മിലുള്ള മത്സരത്തിൽ LA നൈറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നു. ഊസോസുമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് LA നൈറ്റ് ചെയ്യുന്നു. എന്തായാലും ജിമ്മി തുടങ്ങിയവർക്കെതിരെയല്ല LA നൈറ്റിൻ്റെ സ്റ്റോറി എന്നുള്ളത് ഉറപ്പാണ്. ദ വിഷൻ ടീമിന് കൃത്യമായിട്ട് റസൽമീനിയ 42 ഓരോ എതിരാളികൾ വന്നതുകൊണ്ട് തന്നെ അവരുടെ എതിരെയല്ല LA നൈറ്റ് പോകുന്നതും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ LA നൈറ്റിന് ഇനി റസൽമീനിയ 42 മത്സരം ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് റോ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ചെറിയൊരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. LA നൈറ്റിൻ്റെ കൈക്ക് ഇഞ്ചുറി ഉണ്ട്, ചെറിയ രീതിയിലുള്ള ഇഞ്ചുറിയാണ്. അതുകൊണ്ടാണ് റോ എപ്പിസോഡുകളിൽ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റസൽമീനിയ 42 LA നൈറ്റിന് മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന്
രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഫിൻ ബാലറിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. നമ്മളിപ്പോൾ തന്നെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെച്ചപ്പോൾ ഫിൻ ബാലറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഫിൻ ബാലറിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നുള്ള ആ ഒരു വരവും ഡൊമിനിക് മിസ്റ്റീരിയോയുടെ മത്സരത്തിന് അദ്ദേഹം ആ പരാജയപ്പെടുന്ന രീതിയിലേക്കുള്ള നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി മാറുന്നതും അതിനുശേഷം ഡൊമിനിക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ JD വന്നിട്ട് ഡൊമിനിക്കിനെ സഹായിക്കുമ്പോൾ JD മെക്ഡോണ എന്ന് പറയുന്ന തൻ്റെ മുൻ പാർട്ട്ണർ അദ്ദേഹത്തെ ആക്രമിക്കാനും ഫിൻ ബാലർ തുനിഞ്ഞതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൻ ബാലറിൻ്റെ ക്യാരക്ടർ പൂർണ്ണമായി ഫേസ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ റെസ്ൽമേനിയ 42 ഫിൻ ബാലർ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. JD മെക്ഡോണയ്ക്കെതിരെ അതിനു മുൻപ് ഫിൻ ബാലർ റോ എപ്പിസോഡിൽ മത്സരം കളിക്കുകയാണെങ്കിൽ ഗംഭീരമായേക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഫിൻ ബാലർ ഇന്നത്തെ ഒരൊറ്റ സെഗ്മെൻറ്റ് കൊണ്ട് പഴയ രീതിയിൽ ഒരു ഫുൾ ഫേസ് ആയപ്പോൾ ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ ഈ റെസ്ൽമേനിയയിലേക്ക് ശേഷവും WWE ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഫിൻ ബാലറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാത്തിരിക്കുന്ന കുറേയധികം ഡ്രീം മാച്ചുകൾ റെസ്ൽമേനിയ 42 ശേഷം ഉണ്ടാകുമെന്നുള്ളൊരു വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ആറാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസിൻ്റെ സ്റ്റോറി വേറൊരു തലത്തിലേക്ക് പോൾ ഹേമൻ മാറ്റുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. പോൾ ഹേമൻ വന്നിട്ട് തൻ്റെ വിഷൻ എന്ന് പറയുന്ന ടീമിൽ തനിക്ക് ഇപ്പോൾ ആരും കൂടെയില്ല. അതായത് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ഇഞ്ചുറി കാരണം മാറി നിൽക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ ആണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എറീന വിട്ടുപോയി. ഈ ഊസോസിനെതിരെ കളിച്ച ദ വിഷൻ ടീം പരാജയപ്പെട്ടു. ബ്രാസ് നെക്കിൾസ് കൊണ്ട് അടിയും വാങ്ങിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ തനിക്ക് ഒപ്പം ഇപ്പോൾ ആരുമില്ല, താൻ ഒറ്റയ്ക്കാണ്. എന്തായാലും സെത്ത് റോളിൻസിനെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് സെത്ത് വരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം സെത്ത് ഒരു അടി വെക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് ഓഫീസേഴ്സ് വന്ന് സെത്തിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് എസ്കോർട്ട് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് ഈ ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രൊമോസിലെ വാചകത്തിലെ ലൈൻ പോൾ ഹേമൻ മാറ്റിപ്പിടിക്കുന്നു. സെത്ത് റോളിൻസിനെ ജയിലിൽ അടക്കുമെന്നും നിൻ്റെ ഭാര്യ നിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നും നിൻ്റെ ഭാര്യ മറ്റ് ലോക്കർ റൂമിലെ റെസ്ലർമാരെ കല്യാണം കഴിക്കുമെന്നും നിൻ്റെ കുട്ടി അനാഥാലയത്തിലേക്ക് പോയി ഞാൻ അവിടെ നിന്ന് നിൻ്റെ കുട്ടിയെ ദത്തെടുക്കുമെന്നുമൊക്കെ ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു വാക്കുകൾ പോൾ ഹേമൻ ഉപയോഗിക്കുന്നു. പിന്നീട് സെത്ത് റോളിൻസ് ഓടി വന്നുകൊണ്ട് ഹെയ്മനെ ആക്രമിക്കുന്നതും ഹെയ്മനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഓഫീസേഴ്സ് പിന്നീട് ഹാൻഡ് കഫ് ചെയ്ത് സെത്ത് റോളിൻസിനെ കൊണ്ടുപോകുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുവരെ കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ചും കൂടി വ്യക്തിപരമായി പേഴ്സണൽ അറ്റാക്കിലേക്ക് കടന്ന് കുറച്ച് സ്റ്റോറി ഒന്ന് ഹീറ്റാക്കാൻ പോൾ ഹേമന് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, റെസ്ൽമേനിയ 42 എന്തായാലും ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കറിനെതിരെ തന്നെയായിരിക്കും സെത്ത് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അടുത്ത ആഴ്ച സെത്തിനെതിരെ ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു റിട്ടേൺ നടക്കാൻ സാധ്യതയുണ്ട്. MST എന്ന ലോകപ്രശസ്ത എറീനയിലാണ് റോ എപ്പിസോഡ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏഴാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ച ഗംഭീരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നറിനെ പവർ ബോംബ് ചെയ്ത് വളരെ ഡൊമിനേറ്റ് ചെയ്ത ഒബാഫെമിയെ ബ്രോക്ക് തിരിച്ചടിക്കുമെന്നാണ്. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ബ്രോക്കിനെ ഒരിക്കൽ കൂടി ഒബാഫെമി കീഴ്പ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ വലിയൊരു ഡൊമിനേഷൻ ഒബാഫെമിയുടെ ഭാഗത്ത് നിന്ന് നടന്നില്ലെങ്കിലും ബ്രോക്ക് ലെസ്നറിൻ്റെ F5 കൗണ്ടർ ചെയ്തുകൊണ്ട് ബ്രോക്കിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടാൻ ഒബാഫെമിക്ക് സാധിച്ചു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള നിലയിൽ തന്നെയാണ് WWE പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല കൂട്ടുകാരുടെയും അഭിപ്രായം ഞാൻ ഷോർട്ട് വീഡിയോയുടെ താഴെ കണ്ടു. ഒമാസ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയും ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത്. ഒമാസ് എന്ന് പറയുന്ന റെസ്ലറിനെ ഉപയോഗിച്ച് ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ കമ്പയർ ചെയ്യുകയത്. ഒമാസിന് കുറേയധികം പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ 27 വയസ്സ് പ്രായമുള്ള ഒബാഫെമിക്കില്ല. അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ തുടക്കകാലത്ത് ആറ്റിറ്റ്യൂഡ് എറ കാലത്ത് ബ്രോക്കിനെ എങ്ങനെയാണോ വിൻസ് മിക്മാൻ കണ്ടിരുന്നത് ആ നിലയിലാണ് ഇപ്പോൾ കമ്പനി ഒബാഫെമിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒബാഫെമിക്ക് ഒരു ഓവർ പുഷ് ആണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുഷ്, അർഹമായിട്ടുള്ള ഒരു പുഷ് കൊടുക്കുന്നതായിരിക്കും ഇനിയും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു സ്റ്റോറി, ഈ ഒരു മൊമെൻറ്റ്സ് കാണികൾക്കിടയിൽ ക്ലിക്കായിട്ടുണ്ട്. ഈ ഒബാഫെമിയുടെ ആ ഒരു എൻട്രൻസ് സമയത്ത് കാണികളെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്, ഒബ എന്നൊക്കെ പറഞ്ഞിട്ട്. കൂടാതെ കുട്ടികൾ വരെ ഒബാഫെമിയുടെ ആ ഒരു സ്പെഷ്യൽ ആ നടത്തത്തെ അനുകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നറിനെ തരം താഴ്ത്തുന്നു എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന നിലയിൽ
ബ്രോക്കിൻ്റെ പകരക്കാരൻ എന്ന നിലയിൽ മോസ്റ്റ് പവർഫുൾ ആക്കി തന്നെയാണ് ഒബാഫെമിയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കിടിലമായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതായിട്ടും കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ആ റിങ്ങിൻ്റെ വെളിയിലേക്ക് വീണതിന് ശേഷം ബ്രോക്ക് ലെസ്നർ പേടിച്ച് വിറച്ച രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു മുഖഭാവം, അത് ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലർ എത്രത്തോളം ശക്തനാണ് എന്ന് ബ്രോക്കിന് തോന്നി എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ബ്രോക്ക് ലെസ്നർ ഫാൻസ് സമ്മതിച്ച് തരും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു മൊമെൻറ്റ് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചാണ്. പതിവ് പോലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് റിങ്ങിലേക്ക് വരുന്നു. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന കുടുംബത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. CM പങ്കിനെ കിളവൻ എന്ന് പറഞ്ഞ് റോമൻ റീൻസ് കളിയാക്കിയതിനെ സംബന്ധിച്ചും CM പങ്ക് സംസാരിക്കുന്നു. അങ്ങനെ ബ്ലഡ് ലൈനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഇടത്തേക്ക് വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെ ഊസോ കടന്നു വരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് നീ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് ജിമ്മി ഊസോ വന്നിട്ട് ജെ ഊസോയോട് കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ടാഗ് ടീം സ്റ്റോറിയാണ് വേണ്ടത്, ഇവൻ്റെ കാര്യം റോമൻ നോക്കിക്കോളും എന്നുള്ളത്, നമുക്ക് പോകാം എന്നുള്ളത് പറയുന്നു. നീ ഇത്രയും ഇമോഷൻ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് റോമൻ റീൻസ് കയറി വരുന്നു. റോമൻ റീൻസ് ജിമ്മിയോട് ജയെ വിളിച്ച് പോകാൻ ആവശ്യപ്പെടുന്നു. ഇത് എൻ്റെ റിങ്ങാണ്, ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നു. എന്നാൽ പോകാൻ തുനിഞ്ഞ ജെ ഊസോയോട് നിൽക്കാൻ CM പങ്ക് ആവശ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യം വന്ന ജെ ഊസോ CM പങ്കിനെ അടിക്കാൻ പോകുന്നു. CM പങ്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. ജിമ്മി പോയിട്ട് CM പങ്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ റോമൻ റീൻസ് സൂപ്പർമാൻ പഞ്ച് കൊടുത്ത് പങ്കിനെ ആക്രമിക്കുന്നതും തുടർന്ന് ബ്രൂട്ടലായി ജെ ഊസോയുടെ ഒരു നിർദ്ദേശപ്രകാരം റോമൻ റീൻസ് CM പങ്കിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം സ്പിയറും പിന്നീട് റിംഗ് പോസ്റ്റിലേക്ക് CM പങ്കിനെ എടുത്തെറിയുന്നതും അവസാനം കമൻറ്റേഴ്സ് ടേബിളിലേക്ക് പവർ ബോംബ് കൊടുത്ത് റോമൻ റീൻസ് CM പങ്കിനെ ആക്രമിക്കുന്നതുമായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ക്ലോസിംഗ് ഷോട്ടിൽ ഈ ഒരു മൊമെൻറ്റ് മൊത്തം CM പങ്ക് കൊണ്ടുപോയി. അതായത് CM പങ്ക് ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് സഹായം വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളത് പറയുന്നുണ്ട്. എനിക്കല്ല ഇപ്പോൾ സഹായം വേണ്ടത് എന്നുള്ളത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എൻ്റെ സഹായമില്ലാതെ റോമൻ റീൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇതുവരെ പറഞ്ഞു വന്നിരുന്ന CM പങ്കിൻ്റെ പോയിന്റ് ഒരിക്കൽ കൂടി റോമൻ റീൻസ് പ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഊസോസിൻ്റെയും കൂടി ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ തനിക്കെതിരെ ഒരു മേധാവിത്വം നേടാൻ സാധിക്കൂ എന്നുള്ളത് CM പങ്ക് പറഞ്ഞിരുന്ന ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് റോയുടെ ആ മെയിൻ ഇവൻറ്റ് മൊമെൻറ്റ്സ് കൊണ്ടുപോയത്. അപ്പോൾ CM പങ്ക് കാണികളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് എന്താണോ, റോമൻ റീൻസിന് ഒറ്റയ്ക്ക് അടിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇതുവരെ CM പങ്ക് പറഞ്ഞതിലേക്ക് തന്നെയാണ് റോമൻ്റെ പ്രവർത്തികൾ പോയത്. അതുകൊണ്ട് തന്നെ റോമൻ റീൻസ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ക്ലോസിംഗ് മൊമെൻറ്റും കൂടി കാണിച്ച് റോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലെ അവരുടെ കഥാപാത്രങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ, അവർക്കുള്ളിലെ ഈഗോസ് പുറത്തേക്ക് എത്തിക്കാനാണ് ഓരോ റെസ്ലേഴ്സും ഓരോ ആഴ്ചയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ ഇനി മാറിയത് കൊണ്ട് തന്നെ ഇനി ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് ബോംബ് പ്രൊമോയാണ് അടുത്ത ആഴ്ച MST എന്ന് പറയുന്ന ലോക പ്രശസ്ത എറീനയിൽ CM പങ്കിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഇനി അടുത്ത റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചേക്കാം. ഇതിപ്പോൾ റോമൻ റീൻസ് ഡൊമിനേറ്റ് ചെയ്ത ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്ത ഒരു ഫൈറ്റിൽ CM പങ്ക് ഒരൊറ്റ ചിരിയിലൂടെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റീൻസിനെ CM പങ്ക് ആക്രമിക്കുന്ന രീതിയിൽ പിന്നീട് റോമൻ റീൻസ് തിരിച്ചടിക്കുന്ന രീതിയിലും കൂടി ആയാൽ ഗംഭീരമായിട്ട് അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്തായാലും റെസ്ൽമേനിയ 42 ഇവരുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം അത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.